السلام عليكم ورحمة الله. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. ഇസ്ലാമിൻ്റെ വിധിവിലക്കുകൾ നിയമനിർദ്ദേശങ്ങൾ സൂക്ഷിക്കാൻ അല്ലാഹുവേ അനുഗ്രഹിക്കണം. കഷായം നല്ലതാണ്, നല്ല കയ്പാണ്. എന്നാലും അതിൻ്റെ ഗുണം, അതാണ് നമ്മുടെ ലക്ഷ്യം. എല്ലാ വിധത്തിലുമുള്ള കഠിനാധ്വാനങ്ങൾ, ക്ഷീണമുണ്ട്, പ്രയാസങ്ങളുണ്ട്, പക്ഷേ അതിൻ്റെ ഫലം വളരെ നല്ലതാണ്. പ്രസവവേദനയും ഗർഭധാരണവും മറ്റൊരുപാട് മനുഷ്യ സേവനങ്ങളും ജീവിതത്തിലെ പ്രകൃതിപരമായ കാര്യങ്ങളും ഒക്കെ ധാരാളം ഉപകാരമുണ്ട്. ശിർക്ക്, അല്ലാഹുവല്ലാത്തവരോടുള്ള ഇസ്തിഗാസയും ദുആയും ആരാധനയും അർച്ചനയും നേർച്ചയും ഒക്കെ മിക്കപ്പോഴും വളരെ പൊടിപ്പും തൊങ്ങലും ആകർഷണവുമുള്ളതാണ്. പല ആളുകളും ഒന്ന് നോക്കും, അങ്ങാടി കൂടെ ശിർക്കിന്റെ ആചാരങ്ങൾ കടന്നു പോകുമ്പോൾ ആൾക്കാർ നോക്കും. ഒരുപാട് ആൾക്കാർ ഇങ്ങനെ തടിച്ചു കൂടും. പടക്കവും മരണക്കിണറും സർക്കസും മറ്റു കാര്യങ്ങളും, ആനയും അമ്പാരിയും ചെണ്ടയും കൊട്ടും. പക്ഷേ ഏറ്റവും മഹത്തായ തൗഹീദിന് ഘടകവിരുദ്ധമായ തിന്മയാണ് ബിദ്അത്തുകൾ. കൈ കുത്തിനെ ഒഴിവാക്കണം. ബിദ്അത്തുകളൊക്കെ വളരെ മനോഹരമാണെന്ന് പറയാം. ആ കുട്ടുവാമീനൊക്കെ എല്ലാവരും ഒന്നായിട്ട് ആമീൻ പറയുന്നത് ഉഷാറാണ്. ഈ സ്വലാത്ത്, നമ്മൾ കേട്ട സ്വലാത്തിന് പകരം മൗലായ സ്വല്ലി തുടങ്ങി നല്ല പാട്ടിൻ്റെ അടിസ്ഥാനത്തിലുള്ള സ്വലാത്തുകൾ ഒക്കെ മനോഹരമാണ്. അതുകൊണ്ടാണ് സുഫിയാൻ റഹിമഹുള്ള പറഞ്ഞത്, പിശാചിന് തിന്മകളെക്കാളേറെ ഇഷ്ടം ബിദ്അത്താണ്. എന്താ കാരണം? ബിദ്അത്ത് ചെയ്യുന്നവൻ മനസ്സിലാക്കണം എന്താണ്? അതാണ് സുന്നത്ത് എന്നാണ്. സുന്നത്താണെന്ന വിചാരം കൊണ്ടാണ് ബിദ്അത്താവുന്നത് തന്നെ. അപ്പോ ആ ബിദ്അത്തിന് തൗബ ചെയ്യൂല. തെറ്റ് ചെയ്ത ആൾക്കറിയാം അത് തെറ്റാണ്, കുറ്റമാണ്. അപ്പൊ തൗബ ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോ ഇഹലോകത്ത് തൽക്കാലം നല്ലതാണ്, സുന്ദരമാണെന്ന് തോന്നുന്ന ഒരുപാട് ബിദ്അത്തുകൾ ഉണ്ട്. ഇഹലോകത്തും പരലോകത്തും യാതൊരു തരത്തിലും ഗുണമില്ലാത്ത കുറേ കാര്യങ്ങൾ. ഇഹലോകത്ത് ഗുണമുണ്ടായാലും പരലോകത്ത് ദോഷമാണെങ്കിൽ അത് ഒഴിവാക്കാനാണല്ലോ മതം. ഇപ്പോ നമ്മുടെ നാടുകളിൽ, നമ്മുടെ മൊബൈലുകളിൽ വരുന്ന മെസ്സേജുകൾ നല്ല മെസ്സേജാണ്. അതിൻ്റെ അടിക്കുറിപ്പ് വളരെ മോശം. ആ ആളെ കുറ്റം പറഞ്ഞുകൊണ്ട്, ആ സംഘടനയെ കുറ്റം പറഞ്ഞുകൊണ്ട്, മിക്കവാറും എല്ലാ സംഘടനയിലെയും ചില ആളുകൾ അയക്കുന്ന മെസ്സേജുകൾ കേട്ടു നോക്കിയാൽ നല്ല സുന്ദരമായ ആശയമാണ്. പക്ഷെ അത് അയക്കാൻ തോന്നൂല. ഇനി ശിർക്കിൻ്റെതും ബിദ്അത്തിൻ്റെതുമാണെങ്കിലോ, അത് അടിക്കുറിപ്പ് എത്ര നല്ലതാണെങ്കിലും ശരി, നമുക്ക് അയക്കാൻ പാടില്ല. ഒരാൾക്കും അയക്കരുത്. അന്ധവിശ്വാസത്തിന്റെ, അനാചാരത്തിന്റെ നല്ല നല്ല പ്രസംഗങ്ങൾ. അന്ധവിശ്വാസമാണ്, അനാചാരമാണ്, ഇല്ലാത്തതാണ്. പക്ഷെ പറയുന്നത് ആയത്തുൽ കുർസിന്റെ ഇല്ലാത്ത മഹത്വം, സൂറത്തുൻ നസ്ർ ഇത്ര പ്രാവശ്യം ഓതിയാൽ ദാരിദ്ര്യം ഉണ്ടാവില്ല, അല്ലെങ്കിൽ സൂറത്തുൽ ഇഖ്ലാസ് ഇങ്ങനെ ചെയ്ത് അങ്ങനെ ഉണ്ടാവില്ല, തുടങ്ങി ഒരുപാട് മനോഹരമായ കാര്യങ്ങളാണ്. അടിക്കുറിപ്പൊക്കെ മനോഹരമാണ്, പക്ഷേ അത് നമ്മൾ നരകത്തിലേക്ക് നയിക്കും. അതുകൊണ്ട് എല്ലാവരും അത് ശ്രദ്ധിക്കണം. ഓരോന്നും കുല്ലി ഇബാദി യഖൂലു ലത്തി ഹിയ അഹ്സൻ, എൻ്റെ അടിമകളോട് പറഞ്ഞേക്കണം ഏറ്റവും നല്ലത് സംസാരിക്കണം എന്ന്. ഇന്ന ശൈത്താന യൻസഉ ബൈനക്കും, പിശാച് നിങ്ങൾക്കിടയിൽ കളിക്കുകയാണ്, കലഹമുണ്ടാക്കുകയാണ്, കുഴപ്പമുണ്ടാക്കുക. അപ്പോ കാന ശൈത്താനു ലിൽ ഇൻസാനി അദുവ്വൻ മുബീന, പിശാച്
മനുഷ്യന്റെ കഠിന വ്യക്തമായ ശത്രുവാണ് എന്ന്. സംസാരം കൊണ്ട് പിശാച് മനുഷ്യരെ ശത്രുക്കളാക്കി മാറ്റുന്നു. അതിനാൽ മെസ്സേജുകൾ തയ്യാറാക്കുന്ന ആളുകളും അത് അയക്കുന്ന ആളുകളും ശ്രദ്ധിക്കുക. നല്ലത് മാത്രം പറയാൻ, നല്ലത് മാത്രം ചെയ്യാൻ, നല്ലത് മാത്രം ഉൾക്കൊള്ളുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ തെറ്റുകുറ്റങ്ങളിൽ നിന്നും അല്ലാഹുവേ ഞങ്ങളെ രക്ഷിക്കണം. ശിർക്ക് വിദ്അത്തുകളിൽ നിന്ന് അല്ലാഹുവേ ഞങ്ങളെ രക്ഷപ്പെടുത്തുമാറാകണം. തൗഹീദിന്റെ സുന്നത്തിന്റെ അടിസ്ഥാനത്തിൽ ജീവിക്കാനും മരിക്കാനും അല്ലാഹുവേ അനുഗ്രഹിക്കണം. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ ഖാതമിൽ അംബിയാഇ വൽ മുർസലീൻ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.